എപ്പിസോഡിന്റെ തുടക്കത്തിൽ യാതൊരു വിശ്രമവും ഇല്ലാതെ ആനിയുടെ അച്ഛൻ അവൾക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാടധികം ട്രെയിനിങ് അവൾ ചെയ്യുന്നുണ്ട്. പിന്നീട് അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നതാണ് കാണിക്കുന്നത്. അവളിപ്പോ അവളുടെ റൂമിലാണ് ഇരിക്കുന്നത്. ചുറ്റുമൊന്നും അവൾ നോക്കുന്നു. പിന്നീട് വാൾസീനക്കകത്തെ സ്റ്റോ ഹൗസ് നഗരമാണ് കാണിക്കുന്നത്. ഹേ, നീ അറിഞ്ഞില്ലേ, ആ ടൈറ്റൻ ചെക്കനെയും മേലുദ്യോഗസ്ഥരെയും തലസ്ഥാനത്തോട്ട് ഇന്ന് വിളിപ്പിച്ചിട്ടുണ്ട്. അവരൊരു പക്ഷേ ഇതുവഴിയായിരിക്കും പോവുക എന്നൊരാൾ പറയുന്നു. ഓ, ആ മതിൽ കൂടി മണ്ണിട്ട് മൂടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി സമാധാനായനെ എന്ന് മറ്റൊരാൾ പറയുവാണ്. നിങ്ങളിപ്പോ ആ ഗേറ്റുകൾ മണ്ണിട്ട് മൂടുന്നതിന്റെ കാര്യമാണോ പറയുന്നേ? വാൾമറിയ, വാൾറോസ്, വാൾസീന ഈ 3 ദേവതമാരുടെ മുകളിൽ കൈവച്ചാൽ ഒരിക്കലും അത് ദൈവം പൊറുക്കില്ല എന്ന് പറഞ്ഞ അങ്ങോട്ടൊരാൾ വരുന്നു. മതിലുകൾ ദൈവമായിട്ട് കാണുന്ന ഇവന്മാരൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്ന് ജനങ്ങൾ പറയുന്നു. നമ്മൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതിന്റെ കാരണം ഈ മതിലുകളാണ് എന്ന് അയാൾ വിളിച്ചു പറയുന്നു. പിന്നീട് ആ നഗരത്തിലെ തന്നെ മിലിറ്ററി പോലീസ് ബ്രാഞ്ച് ഓഫീസാണ് കാണിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ആനി ഉള്ളത്. ഉറങ്ങി എഴുന്നേറ്റ് അവൾ അങ്ങോട്ട് വരുന്നു. ക്ഷമിക്കണം ആനി, ഉറങ്ങുന്ന നിന്നെ കണ്ട ശരിക്കും പേടിയാവും, അതാ ഉണർത്താതിരുന്ന് എന്നൊരു ഓഫീസർ അവളോട് പറയുന്നു. നീ ഇപ്പോഴൊക്കെ ഒരുപാടധികം ലേറ്റ് ആവുന്നുണ്ട് ആനി എന്ന് മറ്റൊരു ഓഫീസർ പറയുന്നു. ഇവളുമായിട്ട് അത്ര പെട്ടെന്നൊന്നും ആരെ കൊണ്ടും അടുക്കാൻ സാധിക്കില്ല. അവൾ അവളുടെ പാട്ടിന് വിട്ടേക്ക്, ഒന്നല്ലെങ്കിലും അവൾ ട്രസ്റ്റ് നഗരത്തിൽ നിന്നല്ലേ എന്നൊരു ഓഫീസർ പറയുന്നു. കൂട്ടത്തിൽ കുറച്ചെങ്കിലും ഫൈറ്റ് ചെയ്യാൻ അറിയുന്നത് അവൾക്കാണ്. അന്ന് സംഭവിച്ച ആ ഒരു പ്രശ്നത്തിൽ നിന്നും പെട്ടെന്നൊന്നും കരകയറാൻ അവളെ കൊണ്ട് പറ്റില്ല. അവൾക്ക് കുറച്ച് ടൈം കൊടുക്ക് എന്ന് ആ ഓഫീസർ പറയുവാണ്. ഓ, അങ്ങനെയാണോ? അവളുടെ കാര്യത്തിൽ നിനക്കെന്താ പ്രത്യേക ഒരു താല്പര്യം എന്ന് മറ്റൊരു ഓഫീസർ അവനോട് ചോദിക്കുന്നു. ഇത് കേട്ട് ഹിച്ച് അവനോട് ചോദിക്കുവാണ്, അതിന് മാത്രം എന്താ അവൾക്കുള്ളത്? ഹിച്ച്, നിന്നെ പോലൊരു മണ്ടിപ്പെണ്ണ് മിലിറ്ററി പോലീസിൽ ചേരണമെങ്കിൽ അതിനൊരു വഴിയുള്ളൂ എന്ന് അവനിങ്ങനെ പറയുന്ന സമയത്താണ് അങ്ങോട്ട് വലിയ ഓഫീസർ വരുന്നത്. ഹേയ്, നിങ്ങളെല്ലാവരും പതിവ് ജോലികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് പുതിയൊരു ജോലി ഏറ്റെടുക്കുവാണ്. അതിനുവേണ്ടിയാണ് നിങ്ങളോട് ഇവിടെ ഒത്തുചേരാൻ പറഞ്ഞത്. തലസ്ഥാനത്തോട്ട് പോകുന്ന സർവേ കോപ്സ് സെൻട്രൽ ഡിസ്ട്രിക്റ്റിലൂടെ ആയിരിക്കും പോവാൻ പോകുന്നത്. അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ജോലി എക്സിക്യൂനാണ്. സോ അതുകൊണ്ട് ഈ നഗരത്തിനുള്ളിൽ മാത്രം നമ്മൾ അത് ചെയ്താൽ മതി. 3D ഗിയർ തൽക്കാലം ഉപയോഗിക്കാനുള്ള അനുമതിയും ലഭിച്ചിട്ടുണ്ട്. സർവേ കോപ്സിന്റെ സുരക്ഷ നമ്മൾ ഉറപ്പാക്കിയേ പറ്റൂ. അങ്ങോട്ട് നിങ്ങളെ എത്തിക്കാൻ ഒരു ബോട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നും ആ ഓഫീസർ പറയുന്നു. ശരി, ഓക്കെ അല്ലേ സാർ? ഞാനൊരു സംശയം ചോദിക്കട്ടെ? എന്താ? നമ്മളെന്തിനാ അവരെ സംരക്ഷിക്കുന്നേ? മതിലിന്റെ ഉള്ളിൽ വെച്ച് അവരെ ആക്രമിക്കാൻ ധൈര്യമുള്ള അത്ര കൂടുതൽ ആളുകളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഓ, നിനക്കെല്ലാം അറിയാലേ, എന്നാ നീ തന്നെ ഇതങ്ങ് നോക്കിക്കോ, ബാക്കി കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് എന്ന് പറഞ്ഞ ആ പേപ്പേഴ്സ് ഒക്കെ അവന്റെ കൈ കൊടുക്കുന്നു. ഉയർന്ന ഉദ്യോഗസ്ഥർക്കൊന്നും ഇതിനു വേണ്ടി കളയാൻ സമയമില്ല, നിങ്ങൾ തന്നെ ചെയ്യണം. സോ ഞാൻ പോവാം എന്ന് പറഞ്ഞ അയാൾ അവിടെ നിന്നും പോകുന്നു. ഓ നാശം, ഞാൻ വിചാരിച്ചതിനേക്കാൾ മടിയാണല്ലോ ഇവിടെയുള്ളവർക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചേർന്നത് തന്നെ. പക്ഷേ പണി മുഴുവനും റിക്രൂട്ടുകളുടെ തലയിലോട്ടാ വരുന്നേ എന്ന് പറയാണ് ഇച്ച്. നാറികള്, സ്വന്തം കാര്യമല്ലാതെ മറ്റൊന്നും അവരുടെ ചിന്തയിലില്ല എന്ന് മാർലോ പറയുന്നു. നീ എന്താ ഈ പറയുന്നേ? മിലിറ്ററി പോലീസിൽ ചേർന്നത് മുതൽ നീയും ഇപ്പൊ അവരിൽ ഒരാളായി എന്ന് ബോറിസ് പറയുന്നു. ഞാൻ അവരെ പോലെ ഒന്നുമല്ല, ഞാൻ നിങ്ങളെ പോലെയുള്ള പുഴുക്കളിൽ നിന്നും വ്യത്യസ്തരാണ്. മിലിറ്ററി പോലീസിനെ നന്നാക്കാൻ പറ്റുമോ എന്ന് നോക്കാനാണ് ഞാൻ വന്നത് എന്ന് മാർലോ പറയുവാണ്. ഓ, അപ്പൊ ഇതായിരുന്നല്ലേ നിന്റെ ഉദ്ദേശം എന്ന് ഇച്ച അവനോട് ചോദിക്കുന്നു. നീ ഇതൊക്കെ എങ്ങനെ ചെയ്യാനാ എന്ന് ചോദിക്കുകയാണ് ബോറിസ്. ഞാൻ പരിശ്രമത്തിലൂടെ വലിയ നിലയിലെത്തും. അതിനുശേഷം മൊത്തത്തിൽ ഞാനൊരു അയച്ചു പണി നടത്തും. അനീതിയും അഴിമതിയും കാണിക്കുന്നവരെ ഞാൻ വെറുതെ വിടില്ല. അതാരായാലും ശരി, അവരെല്ലാം ഞാൻ തിരിച്ച് മനുഷ്യരാക്കും. അതാണ് എന്റെ ലക്ഷ്യം. അയ്യോ, അപ്പൊ നീ കാര്യമായിട്ട് പറഞ്ഞാണല്ലേ? ഞാൻ ആദ്യം കേട്ടപ്പോ തമാശയാണെന്ന് വിചാരിച്ചു, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് നിലത്തിരുന്ന് ചിരിച്ചോണ്ടിരിക്കുവാണ് ഹിച്ച്. നിന്റെ ഉദ്ദേശമൊക്കെ കൊള്ളാം, നടക്കോ ഇല്ലേ എന്ന് കണ്ടറിയാം എന്ന് ബോറിസ് പറയുന്നു. നിന്നെ പോലെയുള്ള ഒരു നല്ല കുട്ടി ഇതിന്റെ ചുമതല ഏറ്റെടുത്താൽ അധികം വൈകാതെ മറ്റുള്ളവർ നിന്നെ ഒറ്റപ്പെടുത്തും, അതുറപ്പാ. ഓ, നിനക്ക് സംസാരിക്കാൻ പറ്റുമല്ലേ? നിന്റെ ആത്മാർത്ഥതയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. നിന്റെ തീരുമാനം നിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. അങ്ങനെയുള്ള ഒരുത്തനെ എനിക്കറിയാം എന്ന് ആനി പറയുന്നു. ഈ ലോകത്തിന്റെ ഒഴുക്കിനെതിരെ നീന്താൻ നല്ല ധൈര്യം വേണം. അതുകൊണ്ട് ആ തീരുമാനത്തെ ഞാൻ മാനിക്കുന്നു. അതല്ലെങ്കിൽ നീ ശരിക്കും ഒരു വിഡ്ഢിയായിരിക്കണം എന്ന് പറയുവാണ് ആനി. അങ്ങനെയാണെങ്കിൽ അവനും ഒരു വിഡ്ഢിയായിരിക്കണം. എന്നെ അവനുമായിട്ട് കമ്പയർ ചെയ്യരുത്, വെറുതെ സംസാരിച്ച് സമയം കളഞ്ഞു എന്ന് മാർലോ പറയുന്നു. സർവേ കോപ്സ് 45 മിനിറ്റിനുള്ളിൽ പുറത്തേക്ക് കവാടം വഴി ഉള്ളിലോട്ട് വരുന്നതാണ്. അവർ വന്നതിന് ശേഷം ക്രമീകരണം എല്ലാവരും പറഞ്ഞതുപോലെ രൂപീകരിക്കണം. ഇതേ സമയമാണ് മാർലോ ആ കാഴ്ച കാണുന്നത്. അവരുടെ 3D ഗിയർ പോലെയുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ അവരുടെ സീനിയേഴ്സ് മറിച്ചു വിൽക്കുന്നു. ഗവൺമെന്റിന്റെ ഉപകരണങ്ങളാണോ ആ നാറികൾ മറിച്ചു വെക്കുന്നത് എന്ന് പറഞ്ഞ ടെൻഷനായി അവൻ അത് പോയി ചോദിക്കുന്നു. എന്റെ അമ്മയെ, എല്ലാം ശരിയാക്കാൻ തന്നെയാണല്ലേ അവന്റെ ഉദ്ദേശം എന്ന് ഇച്ചി പറയുന്നു. എന്തായാലും നമുക്ക് സമയമുണ്ട്, എന്താ നടക്കുന്നതെന്ന് നമുക്ക് കാണാം എന്ന് ബോറിനും പറയുന്നു. എന്താണ് റിക്രൂട്ടറെ, എന്തെങ്കിലും വേണോ എന്ന് അവർ മാർലോനോട് ചോദിക്കുന്നു. ഗവൺമെന്റിന്റെ ഉപകരണങ്ങൾ മറിച്ചു വിൽക്കുന്നത് ശിക്ഷാർഹമാണ്. ഓ, അതിന് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചാണ് ഇതൊക്കെ വാങ്ങുന്നത്. നീ എന്താ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുവാണോ? നിനക്ക് നല്ലൊരു ഭാവി ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ അയാൾ അവനും കൈക്കൂലി കൊടുക്കുന്നു. അതിഷ്ടപ്പെടാത്ത അവൻ അവരെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവരുടെ ഗണ്ണ് ഉപയോഗിച്ച് അവനെ അടിച്ച് താഴെയിടുന്നു.
മേലുദ്യോഗസ്ഥരെ ധിക്കരിച്ചതിന് നിന്നെ അറസ്റ്റ് ചെയ്യോടാ എന്ന് പറഞ്ഞ് വീണ്ടും അവനെ ആക്രമിക്കുകയാണ്. ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കില്ല, ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് വീണ്ടും അവനെ അടിക്കാൻ വേണ്ടി നിൽക്കുന്നു. പെട്ടെന്ന് അങ്ങോട്ട് ആനി വരുന്നു. ഇത്രയും കൊടുത്തില്ലേ, അത് പോരെ സാർ എന്ന് ആനി ചോദിക്കുവാണ്. പെട്ടെന്ന് എന്നെ ഹിച്ച് അങ്ങോട്ട് വന്ന് ഈ മണ്ടന് വേണ്ടി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുവാണ് അവരോട്. ഇതേ സമയം ജനങ്ങളെല്ലാം തന്നെ അവരെ നോക്കുന്നുണ്ട്. കാര്യങ്ങൾ ഇനിയും കൈവിട്ട് കളയണോ എന്ന് ഹിച്ച് അവരോട് ചോദിക്കുന്നു. ശരി, ഇപ്രാവശ്യത്തേക്ക് ഞാൻ നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു. അങ്ങനെ അവരവിടെ നിന്ന് പോവാണ്. ഇതേ സമയമാണ് അടുത്തടക്കുന്ന ഗൺ മാർലോ കാണുന്നത്. അതെടുക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നു. ചെയ്യാൻ മടിക്കേണ്ട, അനീതിയും അഴിമതിയും കാണിക്കുന്നവരെ വെറുതെ വിടില്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞേ, അതുകൊണ്ട് നിന്നെ സഹായിക്കാനും എനിക്ക് മടിയില്ല എന്ന് ആനി പറയുന്നു. പക്ഷെ മാർലോക്ക് അതിന് സാധിക്കുന്നില്ല. ഓ നാശം, നീ നേരത്തെ പറഞ്ഞ ആ വിഡ്ഢി അവൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യുമായിരുന്നോ എന്ന് ചോദിക്കുകയാണ് മാർലോ. ചിലപ്പോ എന്ന് ആനി പറയുന്നു. അപ്പോ നീ പറഞ്ഞതുപോലെ ലോകത്തിന്റെ ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്ന ഒരു ചവറ് മാത്രമാണല്ലേ ഞാൻ? ആർക്കറിയാം, പക്ഷേ സാധാരണ മനുഷ്യരെല്ലാം അങ്ങനെയല്ലേ? എനിക്ക് ഒഴുക്കിൽപ്പെട്ട ദുർബലരെയും മനുഷ്യരായി കണക്കാക്കുന്നത് കാണാനാണ് ആഗ്രഹം. അങ്ങനെ സർവേ കോപ്സ് അങ്ങോട്ട് വരുവാണ്. ആനി അവർക്ക് പുറകെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് ആനി എന്നൊരു വിളി കേൾക്കുന്നത്. അങ്ങോട്ട് പോയി നോക്കുന്ന അവൾ കാണുന്നത് ആർമിനെയാണ്. ഓ, നീ ശരിക്കും മിലിറ്ററി പോലീസിലാണല്ലേ എന്ന് ആർമിൻ അവളോട് ചോദിക്കുന്നു. ഇതേ സമയമാണ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. മിലിറ്ററി പോലീസ് ഇവർ ഏകദേശം 2000-ഓളം ആളുകളുണ്ട്. ഇവരുടെ നേതൃത്വത്തിലുള്ള ഗരിസൺ സൈനികരെയും കൂടി ഉൾപ്പെടുത്തിയാൽ ഏകദേശം 5000-ഓളം വരും. മതിലുകൾക്കുള്ളിലെ ഓരോ നഗരങ്ങളിലും 200-ഓളം ഓഫീസേഴ്സിനെ നിയമിച്ചിട്ടുണ്ട്. നിയമം നടപ്പിലാക്കുക മാത്രമല്ല, ട്രെയിനിങ് കോപ്സിന്റെ മേൽനോട്ടവും ഗരിസൺ റെജിമെന്റിന്റെ നിരീക്ഷണവും അഗ്നിശമന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇവരുടെ പ്രത്യേക ചുമതലകളാണ്. ആനി, എറീനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങളെ സഹായിക്കുമോ എന്ന് ചോദിക്കുവാണ് ആർമിൻ. ഈ മതിലിന്റെ അകത്തുനിന്ന് നിങ്ങൾ എങ്ങോട്ട് രക്ഷപ്പെടാനായി പറയുന്നത് എന്ന് ആനി ചോദിക്കുന്നു. ഈ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും ഞങ്ങൾക്ക് കുറച്ചു നേരം ഒന്ന് ഒളിവിൽ പോയാൽ മാത്രം മതി. സർവേ കോപ്സിലെ കുറച്ചു പേർ തലസ്ഥാനത്ത് പ്രതിഷേധിക്കുന്നുണ്ട്. സോ ഇത് ഞങ്ങൾക്ക് കുറച്ച് സമയം നേടിത്തരും. ഈ സമയത്തിനുള്ളിൽ കമ്മീഷന്റെ തീരുമാനം റദ്ദാക്കാനുള്ള എന്താന്ന് വെച്ചാൽ ഞങ്ങൾ സംഘടിപ്പിക്കും. അവരുടെ തീരുമാനം റദ്ദാക്കാനുള്ള എന്തെങ്കിലും സാധനം നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ആനി അവരോട് ചോദിക്കുന്നു. ഉണ്ട് എന്ന് ആർമിനും പറയുന്നു. എന്താണെന്ന് ആനി ചോദിക്കുന്ന സമയത്ത് അതെനിക്ക് പറയാൻ പറ്റില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുവാണ് ആർമിൻ. ശരി, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ, നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ആനി അവിടെ നിന്നും പോകുന്നു. ആനി നിൽക്ക്, നീ ഇങ്ങനെ പോയാ എറിന അവർ കൊന്നുകളയും. ബുദ്ധിയില്ലാത്ത ഒരു കൂട്ടം ആളുകൾ മനുഷ്യരാശിയെ നശിപ്പിക്കാനാണ് നോക്കുന്നത്. ഇതവരെ ബോധ്യപ്പെടുത്താൻ വളരെയധികം പ്രയാസമാണ്. പക്ഷെ ഞങ്ങളുടെ മുമ്പിലുള്ള ഏക വഴി ഇത് മാത്രമാണ്. നിനക്കൊരു പ്രശ്നവും ഉണ്ടാവാതിരിക്കാൻ പരമാവധി ഞങ്ങൾ ശ്രമിക്കാം. വാൾറോസിന്റെ ചെക്ക് പോസ്റ്റ് കടക്കാൻ മിലിറ്ററി പോലീസിന്റെ സഹായം ഇല്ലാതെ പറ്റില്ല എന്ന് ആർമിൻ പറയുന്നു. പറ, എന്നെ കണ്ടിട്ട് ഒരു നല്ല വ്യക്തിയായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ആനി ചോദിക്കുന്നു. നല്ല വ്യക്തി എന്ന് പറയുന്നത് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാളല്ലേ? എല്ലാവരെയും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യാൻ ആരെ കൊണ്ടും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ആരും ഈ ലോകത്ത് നല്ല വ്യക്തികളല്ല. ശരി, ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് ആനി കയ്യിൽ ഒരു റിങ് എടുത്തിടുന്നു. അങ്ങനെ ആനി ആർമിനെയും മിക്കാസയെയും എറിനെയും കൊണ്ട് അവിടെ നിന്നും പോകുന്നു. വിചാരിച്ചതിലും എളുപ്പത്തിൽ നമ്മളെ കടത്തിവിട്ടല്ലേ പറയുവാണ് എറിൻ. ആ വണ്ടിയിലുള്ളത് ജിന്നാണെന്ന് അവർക്ക് മനസ്സിലാവാതിരുന്നാ മതിയായിരുന്നു. എന്തായാലും ഒരുപാട് നേരം ഒന്നും അവരെ മണ്ടന്മാരാക്കാൻ പറ്റില്ല. ഞങ്ങളെ രണ്ടുപേരെയും കാണാൻ യാതൊരു സാമ്യവുമില്ല എന്ന് പറയുവാണ് എറിൻ. ഒരുപക്ഷെ ഞാൻ നിങ്ങളെ സഹായിച്ചില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ മതിലിന് പുറത്ത് കടക്കുമായിരുന്നു എന്ന് ചോദിക്കുവാണ് ആനി. 3D ഗിയർ ഉപയോഗിച്ച് കടക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ അവർ നടന്ന് ഒരു അണ്ടർഗ്രൗണ്ടിന്റെ അടുത്തോട്ട് എത്തുവാണ്. ഇതുവഴിയാണോ പോകുന്നത് എന്ന് ആനി അവരോട് ചോദിക്കുന്നു. പുറത്തെ ഗേറ്റ് വരെ ഈ തുരങ്കം പോകുന്നുണ്ട് എന്ന് പറയുവാണ് ആർമിൻ. അങ്ങനെ അവർ അതിനകത്തോട്ട് കയറുന്നു. എന്നാ ആനി അവരുടെ കൂടെ വരുന്നില്ല. ആനി, നീ എന്താ ചെയ്യുന്നേ? ഇരുട്ടായിട്ടുള്ള വഴികൾ നിനക്ക് പേടിയാണെന്ന് മാത്രം പറയരുത് എന്ന് എറിൻ പറയുവാണ്. അതെ, എനിക്ക് പേടിയാണ്. നിന്നെപ്പോലെ ഒരു ധൈര്യശാലിയായ തലതെറിച്ചവന് എന്നെപ്പോലെ ദുർബലയായ ഒരു പെൺകുട്ടിയുടെ വികാരങ്ങൾ മനസ്സിലാവില്ല. തന്റെ ഇരട്ടി വലിപ്പമുള്ള ഒരുത്തനെ മലത്തിയടിക്കാൻ പറ്റുന്ന ഒരു പെണ്ണൊന്നും ദുർബലയല്ല. തമാശ പറഞ്ഞത് മതി, വാ പോവാം എന്ന് പറഞ്ഞ എറിൻ അവിടെ നിന്നും പോകുന്നു. ഇല്ല, ഞാൻ വരില്ല. ഇതുവഴി പോവാൻ എനിക്ക് പേടിയാണ്. ഇതുവഴിയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ പോവേണ്ടി വരും എന്ന് ആനി പറയുന്നു. നീ എന്താ പറയുന്നത്? കളി മതിയാക്ക്, ശബ്ദം കുറക്കേറിൻ എന്ന് മിക്കാസ എറിനോട് പറയുന്നു. സാരമില്ല മിക്കാസ, കുറച്ചു നേരമായി. എന്താണെന്നറിയില്ല, ഇവിടെ ഒന്നും ഒരു പട്ടിക്കുഞ്ഞു പോലുമില്ല. ഇതേ സമയമാണ് ഒന്ന് വൈൽഡാക്കി കാണിക്കുന്നത്. അവിടെ ഒരുപാട് പേർ ഒളിച്ചിരിക്കുന്നുണ്ട്. ശരിക്കും എനിക്ക് നല്ല വിഷമമുണ്ട്. എന്നു മുതലാ നീ എന്നെ ഇങ്ങനെ പേടിയോടെ നോക്കി തുടങ്ങിയത് ആർമിൻ എന്ന് ആനി അവനോട് ചോദിക്കുന്നു. ആനി പറ, മാർക്കോടെ ഗിയർ എങ്ങനെ നിന്റെ കയ്യിൽ വന്നു? ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഉപകരണങ്ങൾ നേരാക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അതിലെ ഓരോ പോറലും എനിക്ക് അറിയാം. അത് നിനക്ക് എവിടുന്നാ കിട്ടിയത്? അന്ന് പിടികൂടിയ 2 ടൈറ്റിനെയും നീയാണോ കൊന്നത് എന്ന് ആർമിൻ അവളോട് ചോദിക്കുന്നു. അറിയില്ല, പക്ഷേ 1 മാസം മുമ്പ് നീ എന്തെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ എന്തുകൊണ്ട് അപ്പോൾ നീ ഒന്നും ചെയ്തില്ല എന്ന് ആനി ചോദിക്കുന്നു. കാരണം എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് തെറ്റുപറ്റിയതാണെന്ന് വിശ്വസിച്ചു, അതുകൊണ്ടാണ്. പക്ഷെ നീയും ആ സമയത്ത് എന്നെ കൊല്ലാതെ വെറുതെ വിട്ടത്. അതൊക്കെയാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്.
എന്ന് ആർമിൻ പറയുന്നു. ശരിയാ, ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ നീ എന്നെ ഇങ്ങനെ കുരുക്കിലാക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ആ സമയത്ത് എന്തിനായിരുന്നു ശരിക്കും ഞാൻ നിന്നെ? ഹേയ് ആനി, നിർത്ത്. നീ എന്താ തമാശ പറയുവാണോ? മറ്റുള്ളവർക്ക് എന്ത് തോന്നുമെന്നറിയാതെ തമാശ പറയുന്ന ഒരു മണ്ടിയാണ് നീ. എന്തായാലും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഇങ്ങോട്ടിപ്പോ വന്നാ ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണെന്ന് ഞങ്ങൾ തെളിയിക്കാം. എനിക്ക് വരാൻ പറ്റില്ല. ഒരു യോദ്ധാവുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു. നിർത്താൻ, ഇതൊന്നും തമാശയല്ല എന്ന് പറഞ്ഞ് എറിൻ ടെൻഷനാവുന്നു. നമുക്ക് സമാധാനമായി സംസാരിക്കാം ആനി എന്ന് ആർമിൻ പറയുന്നു. മതിയാക്ക്, ഇനി സംസാരം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നിന്നെ ഞാൻ വെട്ടി അരിയോടി, ഫീമെയിൽ ടൈറ്റൻ എന്ന് പറഞ്ഞ് മിക്കാസ അവളുടെ സ്വോർഡ് പുറത്തെടുക്കുന്നു. ആർമിൻ, നിന്റെ കണ്ണിൽ ഞാൻ നല്ലൊരു വ്യക്തിയായിരുന്നല്ലേ? എന്തായാലും നിന്റെ ഭാഗ്യപരീക്ഷണം ഇത്തവണ വിജയിച്ചു. പക്ഷേ ഇനി എന്റെ ഭാഗ്യപരീക്ഷണം വിജയിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ അവളുടെ വിരൽ കടിക്കാൻ വേണ്ടി പോവാണ് അവൾ. പെട്ടെന്ന് തന്നെ ആർമിൻ സിഗ്നൽ കൊടുക്കുന്നു. ചുറ്റുമുണ്ടായിരുന്ന എല്ലാ സർവേ കോപ്സിലെ ആളുകളും വന്ന് അവളെ വളഞ്ഞിട്ട് പിടിക്കുന്നു. പക്ഷെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ റിങ് യൂസ് ചെയ്ത് അവളെ തന്നെ പരിക്കേൽപ്പിക്കുന്നു. പെട്ടെന്ന് തന്നെ വലിയൊരു ഇടിമിന്നൽ അങ്ങോട്ട് വരുന്നു. ആ നഗരത്തിലെ എല്ലാ ആളുകളും അത് നോക്കി ഞെട്ടിത്തരിച്ചു നിൽക്കുവാണ്. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി 2 എപ്പിസോഡ് കൂടിയേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ സീസൺ 1 അവസാനിച്ചു. അടുത്ത് സീസൺ 2 ചെയ്യണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അനിമേ ചെയ്യണോ എന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്രത്തോളം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.